ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം ഇന്ന് ഗ്ലോബൽ ഡേ ഓഫ് പേരൻസ് ആണ്. ലോകമെമ്പാടുമുള്ള രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് വേണ്ടി തങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അതൊരു മെഴുകുതിരി പോലെ അലിഞ്ഞു തീരുന്ന ആ ജീവനുകളായി തീരുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവരുടെ പഠനത്തോടൊപ്പം തന്നെ ചില കാര്യങ്ങളും നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞുങ്ങളുടെ ഫോൺ അഡിക്ഷനാണ്. നമ്മൾ പലരെയും ടെൻഷൻ അടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഫോൺ അഡിക്ഷൻ. കുട്ടികളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഫോൺ അഡിക്ഷൻ എന്നുള്ളതാണ് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം കുട്ടികളുടെ കായികക്ഷമത ഉറപ്പാക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ മതി. ഏറ്റവും പ്രധാനം 1 മണിക്കൂറെങ്കിലും കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടണം എന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ കളി ഗവേഷണത്തിൻ്റെ ഏറ്റവും മികച്ച രൂപമാണ്. അത് ആ കളിയിലൂടെ മാത്രമാണ് അവൻ ചില പസിലുകൾക്ക് ഉത്തരം കണ്ടെത്തുന്നത്. നമ്മൾ സാറ്റ് കളിക്കാൻ പോകുമ്പോൾ ചില പസിലുകൾക്ക് ഉത്തരം കണ്ടെത്താറില്ലേ? കക്ക് കളിക്കുമ്പോൾ, കല്ല് കളിക്കുമ്പോൾ, ചതുരംഗം കളിക്കുമ്പോൾ, തൊട്ട് കളിക്കുമ്പോൾ, അപ്പോഴെല്ലാം നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള പസിലുകൾ കൂടിയാണ് സോൾവ് ചെയ്യുന്നത്. ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് ഔട്ട്ഡോർ ഗെയിമുകളിൽ കുട്ടികൾ ഏർപ്പെടുമ്പോൾ കുട്ടികൾക്ക് കായികക്ഷമത കൂടുന്നതിനോടൊപ്പം മാനസികാരോഗ്യവും ലഭിക്കുന്നു. കുട്ടികൾ പുറത്ത് കളിക്കുമ്പോൾ അവർ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിറ്റാമിൻ ഡിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇതവരെ സഹായിക്കും. ഇത് ശക്തവും ആരോഗ്യകരവുമായ അസ്ഥികളുടെ വികാസത്തിന് സഹായിക്കും. കുട്ടികളുടെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ ടീം ഗെയിമുകളും സഹായിക്കും. അത് ഇപ്പോൾ മാത്രമല്ല, അവനെ ജീവിതത്തിൽ സഹായിക്കും. ജീവിതത്തിൽ മാത്രമല്ല, ചില പ്രൊഫഷണൽ ഇടങ്ങളിലും ഒരു മികച്ച ടീം മെമ്പർ ആകുന്നത് എപ്പോഴും ഔട്ട്ഡോർ ഗെയിമുകളിൽ കളിച്ചു വളരുന്നവനായിരിക്കും. ഏകാന്ത പഥികനായി നിൽക്കുന്ന മനുഷ്യൻ കുട്ടി അവൻ മൊബൈൽ ഫോണിൽ മാത്രം കണ്ണും നട്ടിരുന്നാൽ അവൻ ഭാവി ജീവിതത്തിൽ സഹപ്രവർത്തകരോട് അവൻ്റെ സമീപനം എന്നുള്ളത് വ്യത്യസ്ത തലത്തിലുമാവുകയും ചെയ്യും. പരസ്പര സഹകരണം, ടീം വർക്ക് തുടങ്ങിയ കാര്യങ്ങളിലും കുട്ടികളെ മികച്ചതാക്കാം. അവൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ അത് അവൻ ആത്മവിശ്വാസം കൊടുക്കും. ഒരുമിച്ച് പ്രവർത്തിക്കാനും ഊഴമെടുക്കാനും ഒരു ടീമിലെ അംഗമെന്ന നിലയിൽ ഒരു പൊതുലക്ഷ്യത്തിനായി പ്രവർത്തിക്കാനും അവർ പഠിക്കുകയും അത് ഭാവിയിൽ ഉപയോഗിക്കുകയും ചെയ്യും. ചില കളികളിൽ പരാജയപ്പെടുമ്പോൾ തോൽവികളെ അതിജീവിക്കാനും അവർ ശീലിക്കുന്നു. ചർച്ചകൾ, ആശയവിനിമയം, സംഘർഷ പരിഹാരം എന്നിവയ്ക്കുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് എങ്ങനെയാണെന്നും അവൻ മനസ്സിലാക്കും. അങ്ങനെ കളിസ്ഥലത്ത് കുട്ടികൾ പഠിക്കുന്ന ജീവിത പാഠങ്ങൾ അവരെ പിന്നീട് ജീവിതത്തിൽ വിശ്വസനീയവും ആത്മവിശ്വാസവും വിജയകരവുമുള്ളവരുമായി മുതിർന്നവരായി അവരെ രൂപപ്പെടുത്തുന്നു. ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ കളികളിൽ ഏർപ്പെടുമ്പോൾ ഉത്തരവാദിത്വ ബോധവും നേതൃപാഠവും വളർത്താൻ അത് സഹായകരമാകും. ടീം അംഗം എന്ന നിലയിൽ ടീം ക്യാപ്റ്റന്റെ കമാൻഡ് അംഗീകരിക്കുന്ന ഒരു അണിയായി അവൻ തീരുകയും ചെയ്യും. കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് കളികളിൽ ഏർപ്പെടുക എന്നത്. സമ്മർദ്ദം, ഉത്കണ്ഠ, ടെൻഷൻ എന്നിവയെല്ലാം കുറയ്ക്കാൻ സഹായിക്കും. അക്കാദമിക് സമ്മർദ്ദങ്ങളിൽ നിന്ന് അത് ഇടവേള നൽകും. അങ്ങനെ ശരീരത്തോടൊപ്പം ആരോഗ്യമുള്ള ഒരു മനസ്സും അവർക്ക് നേടാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ജീവിതം എന്നുള്ളത് എപ്പോഴും ജയിക്കേണ്ട കളിയാണെന്ന് ഒരു കുട്ടിയും മനസ്സിലാക്കരുത്. അത് ഇടയ്ക്കിടയ്ക്ക് പരാജയപ്പെടാനും ആ പരാജയപ്പെടുമ്പോൾ വീണ്ടും ഈ ജയത്തിലേക്ക് പോകാനും തനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ആ കുഞ്ഞിന് കൊടുക്കേണ്ടത്. ഒരു ടീം പ്ലെയർ ആവാൻ കുട്ടിയെ കളിക്കാൻ തന്നെ വിടണം. മൊബൈൽ ഫോണിൻ്റെ സൗഹൃദത്തിൽ അവനെ തളച്ചിടരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓർമ്മിക്കുമല്ലോ, ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ കുരുന്നുകൾ സ്കൂളിലെത്താൻ.